സർ, കർണൻ എന്നൊരു കഥാപാത്രത്തിന് ജീവൻ നൽകിയ വ്യക്തിയാണ് താങ്കൾ. കർണൻ ഫസ്റ്റ് പാർട്ട് വളരെ വലിയൊരു സക്സസ് ആയിരുന്നു. കാരണം മലയാളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹ്യൂജ് സക്സസിൽ ലിസ്റ്റിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ് കർണൻ ഫസ്റ്റ് പാർട്ട്. കാണാത്ത ആൾക്കാർക്ക് യൂട്യൂബിൽ കാണാം. ഇനി കർണൻ 2 പാർട്ടാണ് വരാൻ പോകുന്നത്, കർണൻ സെക്കൻഡ് പാർട്ട്. സോ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കഥാകാരൻ? അതായത് വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒന്നാം ഭാഗം കർണൻ്റെ എഴുതിയത്. ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എന്നെ ഹഠാതാകർഷിച്ചൊരു വ്യക്തിത്വമാണ് പുരാണത്തിലെ കർണൻ. ആ കർണൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ ആർജവ ബുദ്ധി, പ്രായോഗിക ബുദ്ധി, അതുപോലെ മനുഷ്യനെ സ്നേഹിക്കാനുള്ള കഴിവ്, ഇതൊക്കെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഞാൻ ഒരു പുതുകാല കർണനെ സിംബോളിക്കായിട്ട് അവതരിപ്പിച്ചത്. അതാണ് ഒന്നാം ഭാഗത്ത് നിങ്ങൾ കണ്ടത്. സക്സസ് ആയി എന്ന് നിങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കധികം സന്തോഷമുണ്ട്. എന്നാൽ രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തിൻ്റെ ഉത്തരമാകുന്നു. ഒന്നാം ഭാഗത്തിൽ പല ചോദ്യങ്ങളാണ് അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം തികയുകയാണ് കഥാകാരൻ എന്ന നിലയിൽ, റൈറ്റർ എന്ന നിലയിൽ, സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ ഇൻജസ്റ്റീസിനെ കുറിച്ച് വിരൽ ചൂണ്ടാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഒന്നാം ഭാഗത്തിൽ അത് ഞാൻ ഹിന്ദി ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് രണ്ടാം ഭാഗത്തിൽ അനാവരണം ചെയ്തുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. തികച്ചും സസ്പെൻസ് ത്രില്ലറായിട്ടുള്ള ചേരുവകൾ കൂട്ടിയ ഒരു നല്ല മൂവി ആയിരിക്കും ഇതെന്നാണ് എൻ്റെ അവകാശവാദം. ഇതിന് സഹകരിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. നന്ദി. അപ്പൊ നമുക്ക് കർണൻ 2-നായി കാത്തിരിക്കാം. കഥാകാരൻ എന്തൊക്കെ മാജിക് ആണ് അതിൽ ഒളിപ്പിച്ചിരിക്കുന്നത് കാണാം. കർണൻ 2-നായി കാത്തിരിക്കുക. അപ്പൊ കർണൻ 2 എത്തുന്നതിന് മുമ്പ് കർണൻ ഫസ്റ്റ് പാർട്ട് കാണാത്ത ആളുകൾ യൂട്യൂബിലുണ്ട്, നമ്മൾ ലിങ്ക് ചെയ്യാം, കാണുക. താങ്ക് യു.